ഗൈസ്, എനിക്ക് കോളേജുള്ളപ്പോൾ മാത്രമാണ് ഈ നാശം പിടിച്ച മഴ എങ്ങനെ പെയ്യുന്നത്, ഇല്ലെങ്കിൽ പുല്ലിനെ കാണാനേ കിട്ടൂല. പിന്നെ നമുക്കതൊന്നും പുത്തിരിയുള്ള കാര്യമില്ല. രാവിലെ എനിക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് നേരെ റെഡിയാവാൻ പോവാന്ന് വിചാരിച്ച്. എനിക്ക് അത്യാവശ്യം നല്ല വൈറ്റ് ഹെഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ റെഡിയായി കോളേജിലോട്ടാണ് പോയത്. ഇന്ന് എൻ്റെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പുതിയ ക്ലാസ്സിലോട്ട് കയറുന്നത് ഇന്നാണ്. പുതിയ ക്ലാസ് ആണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ക്ലാസ്സൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ മുമ്പ് വെച്ച് തന്നെ പൈസ എടുക്കണം. ഇതുപോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഭവം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് പ്ലേറ്റ് ഇല്ലെന്ന്. അതുകൊണ്ട് നേരെ വാടയിൽ പിച്ചാൻ വേണ്ടി പോയി. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കോളേജ് വിടും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നേരെ അടുത്തുള്ള കടയിലോട്ടാണ് പോയത്. നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. തികയില്ലെന്ന് വിചാരിച്ചിട്ട് 2 ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. കഴിക്കാൻ കാണിക്കുന്ന ഈ വെപ്രാളം ഇപ്പോൾ ഉടനെ ആണെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇതൊരു വാശിയേറിയ പോരാട്ടമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ ഈ വെപ്രാളം തീരണതിന് മുമ്പ് അണയുമെന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് ആയപ്പോൾ ആർക്കും അങ്ങോട്ട് ഇറങ്ങണില്ലായിരുന്നു. എന്നാലും അഭിനയിച്ചിരുന്ന് തിന്നുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പശു അയവർക്കും പോലെയാണ് ലാസ്റ്റ് നമ്മളിരുന്ന് തിന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നടക്കാൻ പറ്റാതെ വീട്ടിലെത്തി വൈകിട്ട് ചായ ഇട്ട് കുടിച്ച്. പിന്നെ അമ്മ പപ്സും ലഡുവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറുത് അമ്മയുടെ പങ്കാണ്. പിന്നെ രാത്രി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുട്ടെടുത്തപ്പോൾ ഉണ്ടോ ഒന്ന് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് മനുഷ്യന് കലി വരുന്നത്. എന്നാലും നമ്മൾ തോറ്റൊന്നും കൊടുക്കില്ല. ഞാൻ അതെടുത്ത് മാറ്റിയിട്ടാണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയത്. പിന്നെ രാത്രി ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.